വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതാ ക്രിസ്മസ് പരീക്ഷ തകർത്ത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇതാ നമ്മുടെ ബയോളജീൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ബയോളജിയിൽ 40-40 തന്നെ നിങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ റെഡിയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും സെറ്റാക്കി എല്ലാ തരത്തിലുള്ള ഓരോ കോൺസെപ്റ്റും ആ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ സെറ്റാക്കി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മിസ് പറയാൻ വന്നിട്ടുള്ളത്, ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് 40 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളെയും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. പ്രധാനപ്പെട്ട കാര്യം, ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ഈ മാർക്കിന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിന് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമ്മളിപ്പം സൈലത്തിൻ്റെ ലൈഫിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോളജീൻ്റെ കംപ്ലീറ്റ് സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വൈകിട്ട് 7:15 നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പം നാളെ ഹിന്ദിയും അതുപോലെ തന്നെ ബയോളജിയും 2 എക്സാം നിങ്ങൾക്കുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷം ബയോളജി വരുമ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും, രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കും എന്നുള്ളത്. പക്ഷേ ഹിന്ദി എല്ലാം പഠിച്ച് സെറ്റായി ബയോളജീൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനും അറക്കൽ സാറും കൂടെ 7:15 വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഓപ്ഷൻസ് ഉള്ളത് വളരെ കുറവാണ്. ഏതെങ്കിലും ചോദ്യം എടുത്തെഴുതുക എന്നുള്ളതല്ല, ഓരോ ക്വസ്റ്റ്യൻ ആണ് ഓരോ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അത് രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ടെക്സ്റ്റ് ബുക്ക് നോളജ് വേണം. കോൺസെപ്റ്റിലെ ടെക്സ്റ്റ് ബുക്ക് എവിടെയാണോ അതിലെല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് തറവായിരിക്കണം. ഏത് മുക്കിലും മൂലിൽ നിന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ വേഗം തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, observe the illustration of different RNAs and choose the correctly labeled option. വിവിധ RNAകളുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായി അടയാളപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ്. നമുക്ക് ഓൾറെഡി SCERT കറക്റ്റായിട്ട് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേൺ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള RNAs ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഒന്നാമത്തെ നമുക്കറിയാം mRNA ആണ്, രണ്ടാമത്തേത് tRNA ആണ്, ആൻഡ് മൂന്നാമത്തേത് rRNA ആണ്. സോ mRNA, tRNA, rRNA എന്നുള്ള ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഐഡന്റിഫൈ ചെയ്യാനാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം. രണ്ടാമത്തേത്, വിച്ച് സെൽസ് ഫോം ദി മൈലിൻ ഷീത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ആദ്യ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ. ചാപ്റ്ററിന്റെ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഓർത്ത് നോക്കാം, മൈലിൻ ഷീത്ത് ആണ് എങ്കിൽ അത് ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണോ, മൈക്രോഗ്ലിയൽ സെല്ലാണ്, ആസ്ട്രോസൈറ്റ് ആണോ, ഷ്വാൻ സെല്ലാണോ? മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെല്ലും വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ 1 and 4. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, 2 ഓപ്ഷൻ വരുമോ അതോ ഓരോ ഓപ്ഷനേ ഉള്ളൂ എന്നാണ്. വിച്ച് സെൽസ് എന്ന മലീൻഷ്യ നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ ഏവയാണെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഒളിഗോഡെൻഡ്രോസൈറ്റും ഉണ്ട്, ശ്വാൻ കോശങ്ങളും ഉണ്ട്. ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും ഉള്ളതാണെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. നമ്മുടെ ബാക്കിയുള്ള നെർവ് സെല്ലിൽ എന്താണ്, മലീൻഷ്യ ഉണ്ടാക്കിയിരിക്കുന്നത് ശ്വാൻ കോശം വെച്ചിട്ടാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ 4ഉമാണ്. 1ഉം 4ഉമാണ്. മാച്ച് ദ ഇൻഫർമേഷൻ ഇൻ കോളം എ വിത്ത് ഇൻഫർമേഷൻ ഇൻ കോളം ബി ആൻഡ് ചൂസ് ദി കറക്റ്റ് 1 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കാം, നമുക്ക് ഓരോ ഓർഗൻസ് വെച്ചിട്ടാണ്, നമ്മൾ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ്. സെൻസേഷൻ ചാപ്റ്ററിൽ നിന്നാണ്. ഇൻസെക്റ്റ് തന്നിട്ടുണ്ട്, സ്നേക്ക് തന്നിട്ടുണ്ട്, യുഗ്ലീന തന്നിട്ടുണ്ട്. അപ്പം ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഒമറ്റിഡി ആണ് വരുന്നത്. ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ ഒമറ്റിഡി ആണ്. ഷഡ്പദങ്ങൾ ഒമറ്റിഡി ആണ്. പാമ്പിൽ നമുക്കറിയാം ജേക്കബ്സൺസ് ഓർഗൻ ആണ്. സ്നേക്ക് ജേക്കബ്സൺസ് ഓർഗൻ Q1 ആണ്. യുഗ്ലീനയിൽ നമുക്കറിയാം ഐസ്പോട്ട് ആണ് അല്ലേ, ഐസ്പോട്ട് ആണ്. സോ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. P4 Q1 R2 ആണ്. ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ മതി. അടുത്തത്, വിച്ച് ആർ ദി പാർട്സ് ഓഫ് ദി വെസ്റ്റിബുലാർ സിസ്റ്റം? വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാം, നമ്മുടെ ഇന്നർ ഇയറിൽ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗമുണ്ട്, ബോഡി ബാലൻസിന് സഹായിക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെമി സർക്കുലർ കനാൽ ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്, ഹെയർ സെൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ് വരിക. കോക്ലിയ വരില്ല, അതുപോലെ തന്നെ ബേസിലർ മെംബ്രെയിനും വരില്ല.
അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. An illustration of stage in the process of protein synthesis within a cell is given below. Observe it and answer the question ആണ്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിൽ ഈ ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിൽ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്നും mRNA രൂപപ്പെടുന്ന ഘട്ടത്തിനെ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ mRNA ആണ്. കണ്ടെയ്ൻസ് മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെസ്സേജുമായി വരുന്നതാണെന്ത്? ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള mRNA. സോ ആദ്യത്തെ പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ചിത്രം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. Give reason. Color blindness affect male more frequently. Corn cell provide color vision. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് റീസൺ എന്താണ് ഇതിന്റെ കാരണം എഴുതാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ പലപ്പോഴും നിങ്ങൾ വിട്ടുപോകുന്നൊരു ഭാഗമാണ് ഈ ചാപ്റ്ററിന്റെ കളർ ബ്ലൈൻഡ്നെസ്. അത് മിസ് പറഞ്ഞു തരാം. കളർ ബ്ലൈൻഡ്നെസ് എന്തുകൊണ്ടാണ് മെയിൽസിൽ മാത്രം കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്, പിന്നെ കോൺ സെൽസ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഡിഫക്റ്റീവ് ജീൻ കോസ് കളർ ബ്ലൈൻഡ്നെസ് ഈസ് ദി എക്സ് ക്രോമസോം. കളർ ബ്ലൈൻഡ്നെസിന്റെ ജീൻ ഡിഫക്റ്റ് എക്സ് ക്രോമസോമിലാണ് ബാധിക്കുന്നത്. മെൻ ഓൺലി ഹാവ് എക്സ് ക്രോമസോം. സോ ഇഫ് ദേ ഹാവ് ദ ഡിഫക്റ്റീവ് ജീൻ ദാറ്റ് കോസ് കളർ ബ്ലൈൻഡ്നെസ് ഇൻ ദർ എക്സ് ക്രോമസോം ദേ വിൽ ഹാവ് കളർ ബ്ലൈൻഡ്നെസ്. നമുക്കറിയാം ആൺകുട്ടികളിലാണ് എന്ത് വരുന്നത്? എക്സ് വരുന്നത് അല്ലേ. ആൻഡ് വർണ്ണാന്തതയ്ക്ക് കാരണമാവുന്ന തകരാറിലെ ജീൻ എക്സ് ക്രോമിലാണുള്ളത്. പുരുഷന്മാർക്ക് ഒരു എക്സ് ക്രോം മാത്രമേ ഉള്ളൂ. അതിനാൽ അവരുടെ എക്സ് ക്രോമിൽ വർണ്ണാന്തതയ്ക്ക് കാരണമാവുന്ന തകരാറുള്ള ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് വർണ്ണാന്തത ഉണ്ടാകും. നമുക്കെന്ന് പറഞ്ഞാൽ 2 എക്സ് ഉണ്ട് പോസിബിലിറ്റി. 2 എക്സിൽ ഏതെങ്കിലും എക്സ്, പക്ഷെ ആണുങ്ങൾക്ക് ഒരു എക്സേ ഉള്ളൂ. ആ എക്സിൽ ഡിഫക്റ്റീവ് ജീൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാകും? കളർ ബ്ലൈൻഡ്നെസ് കൂടുതലായിട്ട് വരും. ഇനി കളർ വിഷൻ എന്ന് പറയുന്നതോ 3 ടൈപ്സ് ഓഫ് കോൺസെൽസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ദെൻ വെൻ ദേ get stimulated in varying proportion exposed to colored light depending on the intensity and wavelength of the light. പ്രകാശത്തിൽ തീവ്രതയും തരംഗദൈർഘ്യവും ആശ്രയിച്ചിട്ടാണ് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 കോണുകളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ SI, MI, L എന്ന് പറയുന്ന വിവിധ കോൺ കോശങ്ങളുണ്ട്. അതിൽ ലൈറ്റ് പതിക്കുമ്പോൾ ഉണ്ടാവുന്നതിനനുസരിച്ചാണ് പല കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ റീസൺ വ്യക്തമായി ചെയ്ത് 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നോക്കിയേ, അതിൻ്റെ ഒരു ഓർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ 2 ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. വാട്ടറി ഫ്ലൂയിഡും ജെല്ലി ഫ്ലൂയിഡും ഉണ്ട്. വേഗം തന്നെ മനസ്സിലാവും നമ്മുടെ കണ്ണിലുള്ള ഫ്ലൂയിഡിനെ പറ്റിയിട്ടാണ്. ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് എ ആൻഡ് ബി. എ ബിയും ഫ്ലൂയിഡ് തിരിച്ചറിയണം. എന്താണ് അവരുടെ ധർമ്മം, ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ വാട്ടറി ഫ്ലൂയിഡ് കണ്ണിലുണ്ടെങ്കിൽ അത് അക്വസ് ഫ്ലൂയിഡ് ആണ്. ജെല്ലി ആണെങ്കിൽ അത് വിട്രസ് ഹ്യൂമറുമാണ് അല്ലേ. സോ അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രസ് ഹ്യൂമർ ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് റെഗുലേറ്റ് ദ പ്രഷർ ഇൻ അക്വസ് ചാമ്പർ, പ്രൊവൈഡ് ന്യൂട്രിയൻ്റ് ഓക്സിജൻ ടു ദ ലെൻസ് ആൻഡ് കോർണിയ. ലെൻസിനും കോർണിയയ്ക്കും വേണ്ട ഓക്സിജനും പോഷകങ്ങളും എത്തുന്നു. അതുമാത്രമല്ല ഇവർ പോഷകം കൊടുക്കുന്നു. ആൻഡ് ഓൾസോ അക്വസ് അറയിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? അക്വസ് ഹ്യൂമറാണ്. രണ്ടാമത്തേതോ മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ഐബോൾ. വിട്രസ് ഹ്യൂമറാണ് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ആകൃതി നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി ഒബ്സർവ് ദ പോസ്റ്റർ ഡിസ്പ്ലേ ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പോക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കുന്ന പോസ്റ്റർ നിരീക്ഷിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതുക. വാക്സിൻ എങ്ങനെയാണ് രോഗങ്ങൾക്കെതിരെ പോരാടാം? ഇമ്മ്യൂണിറ്റിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റർ തന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് വാക്സിൻ നമ്മളെ സഹായിക്കുന്നത്. വാക്സിൻ സ്റ്റിമുലേറ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് ദ പാത്തജൻ. ദീസ് ആൻറ്റിബോഡി റിമെയിൻ ഇൻ ദ ബോഡി ആൻഡ് പ്രൊവൈഡ് ലോങ് ടേം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ഡിസീസസ് ആണ്. അപ്പോൾ വാക്സിനുകൾ നമ്മുടെ പ്രതിരോധ സമയത്ത് ഉദ്ദേശിക്കും നമ്മുടെ ഒരു അക്വയേർഡ് ഇമ്മ്യൂണിറ്റി, ആർജിത പ്രതിരോധമാണ് എന്ത് ഈ പറയുന്ന വാക്സിനേഷൻ. അപ്പോൾ രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ആൻറ്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുന്നു. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? ആ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ കയറുമ്പോൾ അപ്പോൾ നമ്മുടെ ബോഡി ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാലങ്ങളോളം നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട് ഈ ഒരു വാക്സിനേഷൻ എടുക്കുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ്, ആർജിത പ്രതിരോധമാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കി, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ മസിൽസ് ദാറ്റ് കൺട്രോൾ ദ സൈസ് ഓഫ് പ്യൂപ്പിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ എ ബി പേശികൾ ഏതാണെന്ന് തിരിച്ചറിയണം. ഹൗ ഡസ് ദെയർ ആക്ഷൻ ഡിഫർ ഇൻ ബ്രൈറ്റ് ആൻഡ് ഡിം ലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലാർ മസിൽസ് ആണ് അല്ലേ. എ എന്ന് പറയുന്നത് റേഡിയൽ മസിലും, എ എന്ന് പറയുന്നത് റേഡിയൽ മസിലാണ്, റേഡിയൽ മസിൽ. ആൻഡ് ബി എന്ന് പറയുന്നത് സർക്കുലാർ മസിൽ, റേഡിയൽ പേശികൾ. ബി എന്ന് പറയുന്നത് എന്താണ്? വലയ പേശികളാണ്.
സോ എ എന്ന് പറയുന്നത് റേഡിയൽ പേശികളും ബി എന്ന് പറയുന്നത് വലയ പേശികളാണ്. ഓർത്ത് വെക്കുക, റേഡിയസ് ആകൃതിയിൽ പേശികൾ ഉള്ളതാണ് റേഡിയൽ പേശികൾ ആൻഡ് സെൻറ്ററിലേക്ക് വരുന്നതാണ് വലയ ആകൃതിയിലുള്ളത്, അതാണ് സർക്കുലർ പേശികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഈ പേശികളുടെ പ്രവർത്തനം വ്യത്യാസപ്പെടുന്നത് എങ്ങനെയെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വലയ പേശികൾ സങ്കോചിക്കുന്നു, റേഡിയ പേശികൾ സങ്കോചിക്കുന്നു അല്ലെ. ഇവിടെ തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കും, മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. അപ്പൊ ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ആൻഡ് ഇനി ഡിം ലൈറ്റ് ആകുമ്പോഴോ, മങ്ങിയ വെളിച്ചമാണ് എങ്കിൽ അവിടെ റേഡിയൽ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. കണ്ണിൽ രണ്ട് പേശികളാണിത്, റേഡിയൽ ആൻഡ് സർക്കുലർ മസിൽസ് ആണ്. റേഡിയസ് ആകൃതിയിലുള്ളതാണ് റേഡിയൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ ചെറുതാകും. പ്യൂപ്പിൾ ചെറുതാവുന്ന സമയത്ത് അവിടെ എന്താണ്? സർക്കുലർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അതേസമയം ഡിം ലൈറ്റ് എന്ന് പറയുമ്പോഴോ നമ്മുടെ പ്യൂപ്പിൾ വലുതാവും. പ്യൂപ്പിൾ വലുതാവുന്ന സമയത്ത് ഈ പ്യൂപ്പിൾ വലുതാകുമ്പോൾ ഏറ്റവും പുറമെയുള്ള മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്, അതായത് റേഡിയൽ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സങ്കോചിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. Analyze the statement and answer. A variation in the production of neurotransmitter helps in distinguishing light and darkness. ഓക്കെ, ഇവിടെ നമുക്ക് ഇരുട്ടും വെളിച്ചവും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അത് ഏതാണ്, അതെങ്ങനെ ഡാർക്ക്നെസ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഇത് മറന്നു പോകരുത്, ഗ്ലൂട്ടാമേറ്റ് ആണ്. ആൻഡ് വെൻ ഗ്ലൂട്ടാമേറ്റ് ഇസ് പ്രൊഡ്യൂസ് കണ്ടിന്യൂസ്ലി, ഓൺ ബൈപോളർ ന്യൂറോൺ ബിക്കംസ് ഇനാക്റ്റീവ്, ഓഫ് ബൈപോളർ ന്യൂറോൺ ഗെറ്റ് ആക്ടിവേറ്റഡ് അല്ലേ. ഗ്ലൂട്ടാമേറ്റ് തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓൺ ബൈപോളർ സെൽസ് പ്രവർത്തനരഹിതമാവുന്നു, ഓഫ് ബൈപോളർ കോശങ്ങളാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത്. സിഗ്നൽ ഇൻഡിക്കേറ്റിംഗ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് റീച്ച് ദ ബ്രെയിൻ. അപ്പം ഗ്ലൂട്ടാമേറ്റ് തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓൺ ബൈപോളർ സെൽ കോശങ്ങൾ പ്രവർത്തിക്കുന്നു, ഓഫ് ബൈപോളർ സെൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രകാശത്തിന്റെ അഭാവം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ബ്രെയിനിന് എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇനി analyze the information illustration and answer the question. Which immune mechanism is shown in the illustration? How does this process help in destroying pathogen? നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന പ്രതിരോധം ഏത് പ്രവർത്തനം രോഗാണുക്കളെ നശിപ്പിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു മുറിവോ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്കും ഇൻഫ്ലമേഷൻ അല്ലെ, വീങ്ങൽ പ്രതികരണമാണ് കാണിച്ചിട്ടുള്ളത്. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? സെൽസ് അറ്റ് ദി ഇഞ്ചേർഡ് പാർട്ട് റിലീസ് ഹിസ്റ്റമിൻ ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസ്, ഡയലേറ്റ് ദ ബ്ലഡ് വെസൽ ആസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്. ഇറ്റ്സ് ബ്ലഡ് സെൽസ് സച്ച് ആസ് മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽ റീച്ച് ദി ഇഞ്ചേർഡ് ഏരിയ, ദേ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തജൻ. ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെ ഹിസ്റ്റമിൻ ഉണ്ടാകുന്നു, രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു, അതുവഴി മറ്റ് രക്തകോശങ്ങൾ അവിടെ എത്തുന്നു, ഫാഗോസൈറ്റോസിസ് നടത്തുന്നു, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇതാണ് വീങ്ങൽ പ്രതികരണത്തിൽ നടക്കുന്നത്. ചിത്രം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കണം. അടുത്തത് ജെനറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് കണ്ടക്റ്റഡ് ബൈ ഗ്രിഗർ മെന്റൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. ഇല്ലസ്ട്രേറ്റ് ദ സെൽഫ് പോളിനേഷൻ. ഗ്രിഗർ മെന്റൽ നടത്തിയിട്ടുള്ള മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ച നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള ഫലവുമുണ്ട്, മഞ്ഞ നിറത്തിലുള്ള ഫലവുമുണ്ട്. F1 ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1 എന്ന് പറയുന്നത് എന്താ വരിക? ക്യാപിറ്റൽ G സ്മോൾ g ആണ്. അതാണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് ഏത് വരും? ഗ്രീൻ കളേർഡ് പോഡ് തന്നെ വരും, പച്ച നിറത്തിലുള്ളത് തന്നെയാണ് വരിക. ഇനി F1 സ്വപരാഗണം ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം GG × GG വരും. അപ്പം നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യും? ക്യാപിറ്റൽ G സ്മോൾ g, ക്യാപിറ്റൽ D സ്മോൾ g ആൻഡ് സ്മോൾ g. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 ഗ്രീനും ഒരു യെല്ലോയും കിട്ടും. സോ ക്യാപിറ്റൽ G ഈസ് ടു ക്യാപിറ്റൽ D സ്മോൾ g. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്വപരാഗണം നിങ്ങളോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യണം? ക്രോസ് വരച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ.
F1 ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ്, പച്ച കളർ തന്നെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് F1 സെൽഫ് ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ കിട്ടുന്നത്. അടുത്തത് ഒബ്സർവ് ദ ഡൈ ഹൈബ്രിഡ് ക്രോസ് കണ്ടക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ആൻഡ് കളർ ഓഫ് ദ പോഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. ഫീനോടൈപ്പ് ഏത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ് ഫീനോടൈപ്പ് വരിക. ആൻഡ് ഇതിൻ്റെ ജീനോടൈപ്പ് വരിക. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാലോ ടോൾ ആൻഡ് ഗ്രീൻ കളേർഡ് പോഡ് വരും. ഉയരം കൂടിയിട്ടുള്ള പച്ച കളറുള്ളത്. ടോൾ പ്ലാന്റ് വിത്ത് ടോൾ ഗ്രീൻ ആണ് വരുന്നത്. ഫീനോടൈപ്പ് ഉയരം കൂടിയ പച്ചയും, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ജി സ്മോൾ ജി. അതാണ് F1. When F1 generation is self-pollinated, what new traits are produced in F2 generation and that are different from the parent plant? പാരന്റൽ പ്ലാന്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതാ വരിക എന്നുള്ളതാണ്. നമുക്ക് ഏതാ കിട്ടുക? ടോൾ വിത്ത് യെല്ലോയും കിട്ടും, ഡ്വാഫ് വിത്ത് ഗ്രീൻ പോഡും കിട്ടും. അതാണ് പുതിയ ഫീച്ചർ എന്ന് പറയുന്നത്. ഉയരം കൂടിയ മഞ്ഞ നിറമുള്ളത്, ഉയരം കുറഞ്ഞ പച്ച നിറമുള്ളത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രൈറ്റ് ഇൻ F2 ജനറേഷൻ? F2 തലമുറയിൽ പുതിയ ഗുണങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ്. When two or more different traits are combined, each trait is inherited independently to next generation without mixing each other, or a pair of alleles in an organism does not influence the separation of another pair of allele. അതായത് ഒന്നോ അതിലധികമോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ളത് കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെയാണ് പോകുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് സെഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് മാറി പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഫോം ചെയ്യാനുള്ള കാരണമാവുന്നു. അതാണ് ഇവിടുത്തെ പോയിന്റ് കേട്ടോ. ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്. ഈ പോയിന്റ് പഠിച്ചു വെക്കണം. ലോ അറിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ മെൻ്റലിലെ പോസ്റ്റലേറ്റ്സ് പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സി ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുപോലത്തെ പോസ്റ്റലേറ്റ്സ് വെച്ച് ചോദ്യം വരും. അതുകൊണ്ട് പോസ്റ്റലേറ്റ്സ് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെയും ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെയും മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഇനി അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വേരിയേഷൻ ലീഡ്സ് ടു സ്പീഷിയേഷൻ. വാട്ട് ഈസ് സ്പീഷിയേഷൻ? വ്യതിയാനങ്ങളാണ് സ്പീഷിയേഷനിലേക്ക് നയിക്കുന്നത്. എന്താണ് സ്പീഷിയേഷൻ? വാട്ട് ആർ ദ കോസസ് ഓഫ് വേരിയേഷൻ? ഹൗ ഡസ് വേരിയേഷൻ ലീഡ്സ് ടു സ്പീഷിയേഷൻ? അപ്പോൾ നമുക്കറിയാം പ്രോസസ് ഇൻ വിച്ച് ന്യൂ സ്പീഷീസ് അറൈസ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. ഇത് പൂർവികയിൽ നിന്നും പുതിയ ഒരു സ്പീഷീസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീസിയേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന് കാരണം? ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം, മ്യൂട്ടേഷൻ ആവാം, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ. ഇതിലേത് കാരണങ്ങൾ കൊണ്ടും സ്പീസിയേഷൻ ഉണ്ടാവുക. മൂന്നാമത്തേതോ ഫേവറബിൾ വേരിയേഷൻ ആർ പാസ്ഡ് ഓൺ ടു നെക്സ്റ്റ് ജനറേഷൻ. മോർ വേരിയേഷൻ അക്യുമുലേറ്റ് ഓവർ ടൈം ലീഡിങ് ടു എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. വ്യതിയാനങ്ങളാണ് സ്പീസിയേഷനിലേക്ക് നയിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് തലമുറകളിലോടും പോകും. അങ്ങനെ അത് മാറിയിട്ടാണ് പുതിയ സ്പീഷീസിന് കാരണമാവുന്നത്. സോ വേരിയേഷൻ അങ്ങനെയാണ് സ്പീസിയേഷനിലേക്ക് നയിക്കുന്നത്. തലമുറകളായി കുമിഞ്ഞുകൂടിയാണ് പുതിയ ജീവജാതിയായി മാറുന്നത്. ഇത് കറക്റ്റായിട്ട് പഠിക്കണം. സ്പീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാം. Read out the diagram of I and answer the question ആണ്. Name the part A and B. How does the part A regulate the curvature of lens when looking at nearby objects? ഇപ്പോൾ A, B എന്നീ ഭാഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. A എന്ന് പറയുന്നത് നമ്മുടെ ഐറിസ് ആണ്, അല്ല സീലിയറി മസിൽസ് ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത് A എന്ന് പറയുന്നത്. അപ്പോൾ സീലിയറി മസിൽസ് ആണ് A എന്ന് പറയുന്നത്, സീലിയറി പേശികൾ. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്, അന്ധബിന്ദു. ഓക്കെ, സീലിയറി മസിൽസും അതുപോലെ ബ്ലൈൻഡ് സ്പോട്ടുമാണ് തന്നിട്ടുള്ളത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ A എന്ന ഭാഗം ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നത് എങ്ങനെയെന്നാണ്. അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു, ലെൻസ് എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഡയലേറ്റ് ചെയ്യുന്നു. സോ ലിഗമെന്റ്സ് ഗെറ്റ് ലൂസ് ആൻഡ് കർവേച്ചർ ഓഫ് കൺവെക്സിറ്റി ഓഫ് ലെൻസ് ഇൻക്രീസസ്. ലെൻസിന്റെ വക്രത കൂടുന്നു. അതുവഴി നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ആ സമയത്ത് സിലിയറി മസിൽസ് എന്താ ചെയ്യുന്നത്? കോൺട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സിലിയറി മസിൽസ് അല്ലെങ്കിൽ സിലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിയർ ബൈ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ? ഇല്ലസ്ട്രേറ്റ് ദ സ്റ്റെപ്പ് ഓഫ് ദിസ് പ്രോസസ് ഇൻ ദ ഫോം ഓഫ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ചിത്രീകരണം ഏത് പ്രക്രിയയാണെന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫാഗോസൈറ്റോസിസ്. ഈ പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഫ്ലോ ചാർട്ട് വഴി എഴുതാനാണ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഫാഗോസൈറ്റ് പാത്തജന്റെ അടുത്ത് എത്തുന്നു, രോഗാണുക്കളുടെ സമീപത്തെത്തുന്നു. റിസപ്റ്റേഴ്സിന്റെ സഹായത്താൽ പാത്തജൻ എന്ത് ചെയ്യുന്നു? ഈ സെല്ലിന്റെ ഉള്ളിൽ എത്തുന്നു. അങ്ങനെ ഈ പറയുന്ന
ഫാഗോസൈറ്റും ഈ പാത്തജൻ എല്ലാം കൂടെ ചേർന്നിട്ട് എന്താവുന്നു, ഫാഗോസോമായി മാറുന്നു. ഫാഗോസൈറ്റും പാത്തജനും കൂടെ ചേർന്ന് ഫാഗോസോമായി മാറുന്നു. ആൻഡ് പിന്നെ എന്താ സംഭവിക്കുന്നത്, ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ലൈസോസോം ഈ ഫാഗോസോമായിട്ട് ചേർന്ന് ഫാഗോ ലൈസോസോമായി മാറുന്നു. ലൈസോസോമിലെ എൻസൈം ഡിസ്ട്രോയ് ചെയ്യുന്നു പാത്തജനെ, അങ്ങനെ അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നു. എർഡെബ്രിസ് എസ് എക്സ്പെൽ, ഈ എക്സ്ട്രീ അല്ലെങ്കിൽ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് കളയുന്നു. ഈ രീതിയിലാണ് ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കേണ്ടത്. ഫാഗോസൈറ്റോസിസ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. Then evaluate the statement related to hormone and answer the question. Stored in the posterior lobe of pituitary. പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ വാസോപ്രസിൻ ആണ് അല്ലേ. വാസോപ്രസിൻ ADH ആണ് വരുന്നത്. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. ADH തന്നെയാണ്, നമുക്കറിയാം. വിച്ച് ഹോർമോൺ മെൻഷൻ ഹിയർ, വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ്. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ കാണുന്നു. ശരീരത്തിലെ ജലനജാണ്. ആദ്യത്തെ പോയിന്റ് കിട്ടുമ്പോൾ കിട്ടിയില്ലെങ്കിലും രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഹോർമോണാണ്. ഹൗ ഡസ് ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് വിന്റർ. അപ്പം during summer, the production of vasopressin increase its speed and water absorption in the kidney. As a result, production of urine decreases. ഇപ്പം നമ്മൾ വേനൽക്കാലത്താണ് എങ്കിൽ എന്താ, നമ്മൾ നല്ലോണം വേർക്കും. അപ്പോൾ വേർപ്പിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ വെള്ളം അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പം വീണ്ടും വാട്ടർ അധികം പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ വാട്ടർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യണം. അപ്പോൾ സമ്മറിൻ്റെ സമയത്ത് വാസോപ്രസിൻ ഇൻക്രീസ് ചെയ്യും. സ്പീഡ് ഓഫ് ദി വാട്ടർ റിസപ്ഷൻ, മാക്സിമം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ എന്ത് ചെയ്യും, ഡിക്രീസ്. അതുകൊണ്ടാണ് നമുക്ക് വേനൽക്കാലത്ത് യൂറിൻ പാസ് ചെയ്യുന്നത് കുറവാകുന്നത്. എന്നാൽ വിൻ്ററിൻ്റെ ടൈമിലോ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. ആ സമയത്ത് വെള്ളവും വേർപ്പോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വാസോപ്രസിൻ എന്ത് ചെയ്യണം, കുറയും. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ ഇൻക്രീസസ്. അങ്ങനെയാണ് വാസോപ്രസിൻ്റെ സ്രവണം കുറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്, മീൻസ് വാസോപ്രസിൻ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോണൽ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. തകരാറുമായി ബന്ധപ്പെട്ട പ്രസ്ഥാന വിജയത്തി. ഓക്കെ, ഇവിടെ ഹോർമോൺ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒക്വർ ഡ്യൂറിങ് ദ ഗ്രോത്ത് പീരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു. കാരണം ഈ ഹോർമോൺസിൻ്റെ ചാപ്റ്റർ നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഹോർമോണും ഗ്ലാൻഡും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാം. അത് മാറിപ്പോവാതിരിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടേബിളായിട്ടോ ചാർട്ടായിട്ടോ ഒക്കെ നിങ്ങൾ പഠിക്കണം. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസോർഡേഴ്സ്, ഹോർമോണൽ ഡിസോർഡേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. അതിൽ നിന്ന് എന്തായാലും ചോദ്യം വരുന്നതാണ്. ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ട്, ഇവിടെ ഡ്വാഫിസം, ജാൻജാനിസം ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ നോക്കാം, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോണൽ ഡിസോർഡർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ ഒക്വർ ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്. വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വളർച്ചാ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. നമ്മൾ വരുന്ന രോഗം എന്ന് പറയുന്നത് ഡ്വാഫിസം ആൻഡ് ജൈൻജാൻഡിസം ആണ്. ഗ്രോത്ത് ഹോർമോൺ ഒക്കോ ഡ്യൂറിങ് ദ ഗ്രോത്ത് പീരീഡ്. ഹോർമോണൽ ഡിസോർഡേഴ്സ് മെൻഷൻ ചെയ്ത് ഡ്വാഫിസം ആൻഡ് ജൈൻജാൻഡിസം. റൈറ്റ് ദ കോസ് ആൻഡ് സിംറ്റം ഓഫ് ഈച്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡ്വാഫിസം ആകുമ്പോൾ എന്താ, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ അവിടെ കുറയും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ജൈൻഡാലിസം എന്ന് പറഞ്ഞാലോ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നു. ഇതാണ് രണ്ട് ഡിസോർഡേഴ്സ്, ഗ്രോത്ത് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കോക്ലിയ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഇന്നർ ഇയർ ഇസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വിച്ച് ഫ്ലൂയിഡ് ഫിൽ ദ അപ്പർ ആൻഡ് ലോവർ ചാമ്പർ. റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിയറിംഗ് പ്രോസസ്. ആന്തരകർണത്തിന്റെ ഭാഗമായ കോക്ലിയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. മുകളിലെ അറയും താഴത്തെ അറയും കാണുന്ന ദ്രവം പെരിലിംഫാണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടിയാണ്. ഹെയർ സെൽസിൽ അവിടെയുള്ള വൈബ്രേഷൻസ് ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഇമ്പൾസ്, ഉദ്ദീപനം ഉണ്ടാവുന്നതും ആ ഇമ്പൾസ് ബ്രെയിനിലെത്തി ഓഡിറ്ററി നെർവ് വഴി എത്തുമ്പോഴാണ് നമുക്ക് ഹിയറിംഗ്, കേൾവി സാധ്യമാവുന്നത്. അപ്പോൾ ഈ ചിത്രം നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് പോകാം. Observe the illustration and answer the question. If so, there is any mistake in the labeling, correct it and write it down. Write the functions of corrected part. How is the brain protected? അപ്പം സെറിബ്രം 4 മിഡിൽ ഒബ്ലോങ്കേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സെറിബെല്ലമാണ്. തലാമസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് പോൺസ് ആണ് അല്ലേ. അപ്പം മൂന്നാമത്തേത് പോൺസും നാലാമത്തേത് സെറിബെല്ലവുമാണ്. പോൺസ് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ഐ ആൻഡ് ഫേസ്, റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ. പോൺസ്.
അത് പോൺസ് എന്ന് പറയുന്നത് എന്താ, കണ്ണിലും മുഖത്തിലുള്ള പേശികളുടെ പ്രവർത്തനം സഹായിക്കുന്നു, ശ്വാസോച്ഛ്വാസ നിരത്തിനെ നമ്മളെ സഹായിക്കുന്നതാണ്. ആൻഡ് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ബോഡി ബാലൻസ്, ഇക്വലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരാണ്. ആൻഡ് ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഹെൽപ്പ് ഓഫ് സ്കൾ, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലയോട്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ദ്രവം, ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി സ്പൈനൽ കോഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നോ നീഡ് ടു ഡ്രോ ദ ഫിഗർ. നെയിം ദ പാർട്ട് എ ആൻഡ് ബി. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഈ ചിത്രം തന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. കാരണം ഏത് ഭാഗമാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. സോ ഡോർസൽ റൂട്ടും അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡുമാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ എ എന്ന് പറയുന്നത് സെൻട്രൽ കനാലാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ? എ ബി എന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പേരെഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്നത് സെൻട്രൽ കനാലാണ്. സെൻട്രൽ കനാൽ. ബി എന്ന് പറയുന്നത് എന്താണ്? ഈ മെസ്സേജ് പോകുന്ന സ്പൈനൽ കോഡാണ് പറയുന്നത്. സുഷുമ്ന നാഡി എന്ന് നമുക്ക് പറയാം. സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് അതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം. ആൻഡ് ബി എന്ന ഭാഗം രൂപപ്പെടുന്നത് എങ്ങനെ? ഇതിൻ്റെ ധർമ്മമാണ്. സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ പ്രത്യേകത എന്താ? provide oxygen and nutrients to tissues of central nervous system, eliminate waste from central nervous system, regulate the pressure, protect the central nervous system from the external injury. അപ്പം ഈ ദ്രവം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, ന്യൂട്രിയൻസ് എത്തിക്കുന്നത്, ആൻഡ് ഓൾസോ റീഅബ്സോർബ് ചെയ്യുന്നു, ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ബി എന്ന് പറയുന്നത് ഫോംഡ് ബൈ ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട്, ഹെൽപ്പ് ടു ട്രാൻസ്മിറ്റ് മെസ്സേജ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, സ്പൈനൽ കോഡ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഇവിടെ സെറിബ്രോ ദ്രവത്തിന്റെ ഭക്ഷ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ന്യൂട്രിയൻസ് കൊടുക്കുന്നു, വേസ്റ്റ് റിമൂവ് ചെയ്യുന്നു. അത് ധർമ്മം പഠിച്ചു വെക്കാം. ഇനി സ്പൈനൽ കോഡിലേക്ക് നമുക്ക് കാണാം ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഉണ്ട്. ഡോർസൽ റൂട്ടാണ് ഈ സ്പൈനൽ കോഡ് എന്നുള്ള മെസ്സേജ് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത്. ശരീരഭാഗത്തു നിന്നും വിവിധ സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഡോർസൽ റൂട്ടാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് സുഷുമ്ന നാഡിയാണ്, വെൻട്രൽ റൂട്ട്. അപ്പോൾ ഈ രണ്ട് കണക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെസ്സേജ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 4 മാർക്കിൻ്റെ. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഡയഗ്രാം ഷോ മൂവ്മെന്റ് ഓഫ് ഹോർമോൺ, ഐഡന്റിഫൈ ദ ഹോർമോൺ ആൻഡ് പ്ലാന്റ് മൂവ്മെന്റ് ഇറ്റ് കോസസ്, ഹൗ ഡസ് ദിസ് മൂവ്മെന്റ് വിൽ ബി പോസിബിൾ. ചിത്രം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഏത് ഹോർമോണിന്റെ സ്ഥാനമാറ്റമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ്? ഓക്സിൻ ആണ്. ഇവിടെ ലൈറ്റിനനുസരിച്ചുള്ള മാറ്റമാണ്. സോ ഫോട്ടോട്രോപ്പിക് അല്ലെങ്കിൽ പ്രകാശട്രോപ്പിക ചലനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സസ്യചലനം സാധ്യമാവുന്നത് എങ്ങനെയെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Auxin have tendency to stay away from light. When light falls on the stem from the one direction, auxin move to the opposite side of stem. Auxin combine with hormone receptor, form a hormone receptor complex. Change occur in cellular activity. Cells on the shaded side elongate. Part where cell elongation occur, bend toward the opposite side. അപ്പം ഓക്സിൻ പ്രകാശത്തിന് ഓപ്പോസിറ്റ് ആണ് പോവുക. അപ്പോൾ ലൈറ്റ് ഇവിടെ തട്ടുമ്പോൾ ഓക്സിൻ എങ്ങോട്ട് ചെയ്യും? ഇപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ നടക്കും. അപ്പം അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസപ്റ്ററുമായി കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി കോശങ്ങളിലെ പ്രവർത്തനം മാറ്റം വരികയും നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇവിടെ നമുക്ക് ഫോട്ടോട്രോപിസം ഓക്സിൻ വഴി കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെ നിങ്ങളോട് റീസൺ ചോദിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. അപ്പോൾ ഹോർമോൺസിൻ്റെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, സെൻസ് ഓർഗൻസിൻ്റെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാരത്തോൺ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവിഷൻ നടത്തും. അപ്പോൾ എല്ലാവരും തന്നെ ലൈവിൽ ഏറ്റവും ഉഷാറായിട്ട് തന്നെ പങ്കെടുക്കുക. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ബൈ.